ആദിൽ പാലോട് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ആദിൽ, ഇറാനിൽ നടത്തുന്ന കൂട്ടക്കുരുതി ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രതികരണം. വേണ്ടി വന്നാൽ കരയുദ്ധവും നടത്തും, അതിനും തയ്യാറാണ്. എത്ര ദിവസം വേണമെങ്കിലും ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാൻ എന്തുകൊണ്ട് ആക്രമിക്കുന്നു എന്നതിന് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാണ്. പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അവർ അത് ലംഘിക്കുകയാണ് എന്നതടക്കമുള്ള ന്യായീകരണങ്ങൾ നിരത്തുന്നുണ്ട് ട്രംപ്. ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ചോദ്യം ഉയരുന്നതിനിടയിൽ ട്രംപിന്റെ വാക്കുകൾ, ട്രംപിന്റെ ഭീഷണി ആശങ്കയേറ്റുന്നതാണല്ലോ. അതിൽ ഉറപ്പായും ആശങ്ക നൽകുന്ന പ്രതികരണം തന്നെയാണ്, പ്രസ്താവന തന്നെയാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. യുദ്ധം 4-5 ആഴ്ച തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ന് ട്രംപ് പറയുന്നുണ്ട്. ഇറാൻ അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. ഇറാൻ ആണവ ആയുധം ഈ വിധത്തിൽ സ്വാംശീകരിക്കുന്നതും സമ്പുഷ്ടീകരിക്കുന്നതും ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് ട്രംപ് പറയുന്നു. അതാണ് വലിയൊരു ആക്രമണത്തിലേക്ക് പോകാനുള്ള പശ്ചാത്തലമെന്ന് ഈ ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് ട്രംപ്. സൈനിക നടപടി അത് ഇറാനിൽ തുടരും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രംപ് ഇന്ന് മണിക്കൂറുകൾക്ക് മുൻപ് ലോകത്തെ തന്നെ അഭിസംബോധന ചെയ്യുന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു. ഇറാനിലെ ഓപ്പറേഷൻ തുടരും, എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ട ഓപ്പറേഷൻ തുടരുമെന്നാണ് ട്രംപ് പറയുന്നത്. വലിയ പ്രത്യാഘാതമുള്ള ആക്രമണം തുടരും എന്ന് ട്രംപ് പറയുകയാണ്. കരയുദ്ധത്തിനുള്ള സാധ്യത അമേരിക്ക തള്ളുന്നില്ല. കരയുദ്ധം വേണമെങ്കിൽ സൈന്യത്തെ അയക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വേണ്ടി വന്നാൽ കരയുദ്ധത്തിനും തയ്യാറാണ് അമേരിക്ക എന്ന് പറയുന്നു ട്രംപ്. ഇറാൻ അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. ഇറാൻ അമേരിക്കയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചു, അതാണ് ഈ വിധത്തിൽ സംഘർഷത്തിലേക്ക് നയിച്ചത് എന്ന് ട്രംപ് പറയുന്നു. അമേരിക്കയിലെത്തുന്ന മിസൈലുകൾ ഇറാനിൽ ഉണ്ട് എന്നാണ് ട്രംപ് ആവർത്തിച്ച് പറയുന്നത്. ഇറാൻ ആണവ നിലയങ്ങൾ അടയ്ക്കാൻ തങ്ങളുടെ ആവശ്യം വിസമ്മതിച്ചു. തങ്ങളുടെ ആവശ്യമെല്ലാം വിസമ്മതിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മുന്നറിയിപ്പുകളെല്ലാം ഇറാൻ അവഗണിച്ചതിന് പിന്നാലെയാണ് ഈ വിധത്തിലൊരു ആക്രമണത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന് ന്യായീകരണവുമായി ട്രംപ് കഴിഞ്ഞ മണിക്കൂറിലാണ് രംഗത്തെത്തിയത്. ഇറാന്റെ മിസൈൽ ശേഖരം തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം. യൂറോപ്പിലും അമേരിക്കയിലും എത്തുന്ന മിസൈലുകൾ, ബാലസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ ആയുധ ശേഖരത്തിലുണ്ട്. അത് മുഴുവൻ തകർക്കും. ഇറാൻ നേവിയുടെ 10 കപ്പലുകൾ തങ്ങൾ തകർത്തിട്ടുണ്ട്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് ലോകത്തിന് ഭീഷണിയാണ്. മുഴുവൻ ഇറാന്റെ ആയുധ സജ്ജീകരണങ്ങൾ തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ആവർത്തിച്ച് പറയുന്നു ട്രംപ്. ഏതായാലും 4 ആഴ്ച കൂടി ഈ യുദ്ധം തുടരാനാണ് സാധ്യത എന്ന് ട്രംപ് പറയുന്നതോടെ ഒരു വശത്ത് നടക്കുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ അതിനെന്തു ഭാവി എന്ന ചോദ്യം സ്വാഭാവികമായും ആശങ്കയായി ഉയരുകയാണ്. ട്രംപ് പറയുന്നതനുസരിച്ച് 4-5 ആഴ്ച ഈ യുദ്ധം തുടരുമെന്നാണ്. സംഘർഷ ഭരിതമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ, സാഹചര്യമെന്ന് നമുക്കറിയാം. ഖത്തർ പൂർണ്ണമായും പ്രകൃതി വാതക നിർമ്മാണം, ഉൽപാദനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം ഇപ്പോൾ നടക്കുന്നില്ല. ലോകത്തിന്റെ ഗതി തന്നെ ഇപ്പോൾ നിശ്ചലമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ യുദ്ധം എത്ര കാലം തുടരും എന്നതിൽ ആശങ്കയുണർത്തുന്നതാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന. റീജിത്ത്, അതിൽ ഇറാനും അതിശക്തമായ ആക്രമണം, ഇസ്രയേലിനെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിശക്തമായ ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. അവിടുത്തെ ഭരണമാറ്റമാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്ന് നമുക്കറിയാം. പക്ഷേ അതിന് വഴങ്ങാത്ത തരത്തിലുള്ള നീക്കങ്ങൾ ഈ വലിയ തിരിച്ചടി നേരിടുന്നതിനിടയിലും ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ അവിടെ ഇറാനിൽ മാത്രം 589 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കണക്കാണ് പുറത്തു വന്നത്. നാശനഷ്ടങ്ങളുടെ വലിയൊരു കണക്ക് അവർക്ക് മുമ്പിലുണ്ട്. പക്ഷേ കീഴടങ്ങാൻ, വഴങ്ങാൻ തയ്യാറല്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള അതിശക്തമായ ആക്രമണങ്ങൾ ഇന്നും നമ്മൾ കണ്ടു. അവിടെ പുതിയ പ്രതിരോധ മന്ത്രി അടക്കം വരുന്നത് നമ്മൾ കണ്ടു. ഇറാൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല. അവരുടെ പരമോന്നത നേതാവടക്കം കൊല്ലപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിശക്തമായ മറുപടി, അതിശക്തമായ തിരിച്ചടി തുടരും എന്നല്ലേ ഇന്നത്തെ ഇറാന്റെ നീക്കങ്ങളിൽ നിന്ന് വിലയിരുത്തേണ്ടത്. ആദിൽ പാലോട്, ഉറപ്പായും ആ നിലയിൽ തന്നെയാണ് നീക്കങ്ങൾ പുരോഗമിക്കുന്നത് എന്നാണ് കാണുന്നത്. ഇറാനിലെ പലയിടങ്ങളിലും US-ൻ്റെയും ഒപ്പം ഇസ്രയേലിൻ്റെയും വ്യോമ ആക്രമണങ്ങളുണ്ടായി. പക്ഷേ പകരമുള്ള തിരിച്ചടിയും തുടരുകയാണ് എന്നുള്ളതാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളും അവകാശവാദവും. തെക്കൻ ഇസ്രയേലിലും ഇറാൻ ആക്രമണം ഇന്ന് നടത്തിയിരുന്നു. ബീർഷബയിൽ സൈറണുകൾ മുഴങ്ങിയിരുന്നു എന്ന വാർത്ത നേരത്തെ വന്നിരുന്നതാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിൽ ഇറാൻ ലക്ഷ്യമിട്ടിരുന്നു ആക്രമണം നടത്തിയെന്ന അവകാശവാദം ഇറാന്റെ സൈനിക വിഭാഗം പുറത്തുവിട്ടിട്ടുണ്ട്. അവകാശവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സമാനമായി പലയിടങ്ങളിലും ടെല്ലവീവിലടക്കം വ്യോമാക്രമണങ്ങൾ നടത്തിയെന്ന അവകാശവാദം ഇറാൻ നടത്തുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി
അതിനേക്കാൾ പല മടങ്ങ് വർദ്ധിത വീര്യത്തോടുകൂടി ഇറാന്റെ പല ഭാഗങ്ങളിലും ഇസ്രയേലും അമേരിക്കയും വ്യോമാക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. ആകെ ലോകത്ത് ഈ യുദ്ധത്തിനിടെ 591 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനിയും 1000-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ ഔദ്യോഗികമായി അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാനിൽ മാത്രം 555 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റെഡ് ക്രസന്റിന്റെ കണക്കിലുള്ളത്. ഇറാനിലെ ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിൽ ഇന്ന് സ്ഫോടനമുണ്ടായി. 2 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ്, ആണവ നിലയങ്ങൾക്ക് നേരെയാണ് ഇന്ന് സ്ഫോടനമുണ്ടായത്. അത് ഒന്ന് ഇസ്ഫഹാനാണ്, രണ്ടാമത്തേത് നതാൻസ് ആണ്. ഇങ്ങനെ 2 ആണവ നിലയങ്ങൾക്ക് നേരെ ഇസ്രയേലിന്റെ സ്ഫോടനമുണ്ടായി. മധ്യ ഇറാനിലാണ് ഇസ്ഫഹാൻ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ രണ്ടിടത്തും ആണവ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന ആശ്വാസകരമായ വാർത്ത പുറത്തു വരികയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന്. അതിനിടെ ഖമനേയിക്കൊപ്പം അപകടത്തിൽപ്പെട്ട സ്ഫോടനത്തിൽ, വ്യോമാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഖമനേയിയുടെ ഭാര്യയും കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇന്നിപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇറാനിലെ ഖൊറമാബാദിൽ ഇന്ന് യുഎസിന്റെ ആക്രമണം ഉണ്ടായിരുന്നു. 5 ഇറാനിയൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇറാനിലെ മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം അറിയിക്കുന്ന സാഹചര്യമുണ്ട്. എന്തു വന്നാലും ഇറാനിൽ ആണവായുധം അനുവദിക്കില്ല എന്ന് ആവർത്തിക്കുന്ന അമേരിക്കയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്നതാകട്ടെ ഇറാന് പുതിയ പ്രതിരോധ മന്ത്രി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. മാജിദ് ബിൻ അൽ റേസ എന്നു പേരുള്ള ഇറാൻ സൈന്യത്തിലെ ജനറലാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രിയായി പ്രസിഡന്റ് നിയോഗിച്ചിരിക്കുന്നത്. ഏതായാലും യുദ്ധം തുടരും എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു യുദ്ധം അതുണ്ടാക്കുന്ന ആഘാതം, പ്രത്യാഘാതം എത്രത്തോളം വലുതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന കണക്കുകൾ. പശ്ചിമേഷ്യ കുരുതിക്കളമായി മാറുകയാണ്. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ യുദ്ധത്തിൽ ഇരുപക്ഷത്തുമായി 600ഓളം പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് കണക്ക്. ഒരു ഇന്ത്യക്കാരനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 ഇന്ത്യക്കാരെ കാണാനില്ല. ആശുപത്രിയിലും ജനവാസ മേഖലകളിലും അടക്കം ടെഹ്റാനിൽ അതിശക്തമായ ബോംബിംഗ് ആണ് നടന്നത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ ഭാര്യയും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു എന്ന വിവരം കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. 2 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മറുവശത്ത് ഇസ്രയേലിൽ ഇറാനും ശക്തമായ മിസൈൽ ആക്രമണം നടത്തുകയാണ്. നെതന്യാഹുവിന്റെ ഓഫീസ് അടക്കം ആക്രമിച്ചു എന്നാണ് അവകാശവാദം. ഇന്ന് 14 ഇടങ്ങളിലേക്കാണ് ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചത്.